നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 40-ാമത്തെ വാക്യം വായിക്കട്ടെ. ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു. Truly I tell you, just as you did it to one of the least of these who are members of my family, you did it to me. NRSVയിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചത്. ഞാൻ വായിച്ചതായ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. കർത്താവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദ വംശജർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള സമൂഹം, അവർ കർത്താവിനെ ക്രൂശിച്ചു. മതാനുയായികളായിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ന്യായം വിധിക്കപ്പെടുന്നത്? അവരും വിധിക്കപ്പെടും എന്നത് സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്ന 3 ഉപമകളാണ് കാണാനായിട്ടിടയാകുന്നത്. ഒന്ന്, ദ പാരബിൾ ഓഫ് ദ 10 വെർജിൻസ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. എന്നാൽ 5 പേർക്ക് അപ്രകാരം ജീവിക്കുന്നതിനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് മണവാളൻ വന്നപ്പോൾ 5 പേരെ താൻ ചേർത്തുകൊണ്ടു. 5 പേർ തള്ളപ്പെട്ടു. അവർ വന്ന കർത്താവെ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നതായിട്ടുള്ള അവസരവും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ജീവിതത്തിൽ ജാഗ്രത പുലർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതായുള്ള വേദഭാഗമാണത്. ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്. എപ്പോഴാണ് നാം വീണു പോകുന്നത് എന്നത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ജാഗ്രത പുലർത്തണം. ഒരു ചിന്തകൻ പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു ബ്ലേഡിൻ്റെ മുനയിൽ കൂടി നടക്കുന്നത് പോലെയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എപ്പോൾ വേണമെങ്കിലും വീഴാം. അതുകൊണ്ട് വീഴ്ച സംഭവിക്കാതിരിപ്പാൻ്റെ കോണം ജാഗ്രത പുലർത്തണം. രണ്ടാമത്തെ ഉപമ കർത്താവ് പറയുന്നത്, ഒരു യജമാനൻ തൻ്റെ ദാസയെ വിളിച്ച് 5, 2, 1 താലന്ത് നൽകുന്നതായുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യതയുള്ളവരായി തീർന്നത് 5, 2 താലന്തുകൾ ശരിയായ വിധം വിനിയോഗിച്ചതായുള്ള ആളുകളാണ്. എന്നാൽ അതുകൊണ്ടുപോയി നിലത്തെ കുഴിച്ചിട്ടതിന് ശേഷം യജമാനൻ വന്നപ്പോൾ അതുപോലെ മടക്കി കൊടുക്കുവാൻ ആഗ്രഹിച്ചതായിട്ടുള്ള മനുഷ്യനോട് പറയുന്നത് ദുഷ്ടനും മടിയനുമായിട്ടുള്ള ദാസനെ എന്നതാണ്. യജമാനൻ്റെ ഹിതത്തിന് അനുസരണമായി വിശ്വസ്തയോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കേണ്ടതാണ് വിശ്വാസ ജീവിതം എന്നാണ് പറയുന്നത്. ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കണം. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം, സംസർഗം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഹിതം എന്നത് അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. അത് വെളിപ്പെടുത്തി തരുന്ന അവസരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനായിട്ടിടയാവണം. അതിൽ വിശ്വസ്തരായിരിക്കണം. അപ്പോൾ മാത്രമേ നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസിയെ എന്നുള്ള വിളിക്കൊക്കെ യോഗ്യതയുള്ളവരായിട്ട് തീരുകയുള്ളൂ. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാകും. ഇവിടെ കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനായിട്ടിടയാവുന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതം തന്നെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കഴിവുകളും സാധ്യതകളും എല്ലാം തന്നെ ദൈവഹിതപ്രകാരം ശരിയായ വിധം വിശ്വസ്തയോടുകൂടി വിനിയോഗിക്കുവാനായിട്ടിടയാവുന്ന അവസരം.
മൂന്നാമതായിട്ട് പറയുന്നതാണ് ഇന്ന് എവൻഗേലിയനായിട്ട് വായിച്ചതായിട്ടുള്ള ഭാഗം. അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, എല്ലാവർക്കും ന്യായവിധിയുണ്ട്. ഞാൻ ചിലരെ എൻ്റെ വലത്തും ചിലരെ എൻ്റെ ഇടത്തും നിർത്തും. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ കാണാൻ വന്നു. ഞാൻ രോഗിയായിരുന്നു. എപ്പോഴാണ് കർത്താവേ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായിട്ട് കണ്ടത്, ദാഹിക്കുന്നവനായിട്ട് കണ്ടത് എന്നതൊക്കെ ചോദിക്കുന്നതായുള്ള അവസരത്തിൽ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിനെ നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്ന് കർത്താവ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുകയും ദൈവേഷ്ടം എന്തെന്ന് മനസ്സിലാക്കുകയും ജാഗ്രത പുലർത്തുകയും വിശ്വസ്തത കാക്കുകയും ചെയ്യുന്നതായുള്ള അവസരത്തിൽ തന്നെ ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവണം. നമ്മുടെ ഭവനത്തിലെ മക്കളെക്കുറിച്ചുള്ള ചിന്ത എത്ര വലുതാണ് ഞാൻ വിവരിക്കേണ്ടതായുള്ള ആവശ്യകതയില്ലല്ലോ. എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണുന്നതിനായിട്ട് സാധിക്കണം. ദ പീപ്പിൾ ഓഫ് ദി ലാർജർ സൊസൈറ്റി. ഇവിടെ ഈ വേദഭാഗത്ത് ഞാൻ NRSVയിൽ നിന്നാണ് വായിച്ചത് എന്ന് പറഞ്ഞല്ലോ, ന്യൂ റിവൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ. അതിൽ മെമ്പേഴ്സ് ഓഫ് മൈ ഫാമിലി എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ചെറിയ സഹോദരന്മാരിൽ ഒരുവൻ എന്നാണ്. മെമ്പേഴ്സ് ഓഫ് മൈ ഫാമിലി. ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതായുള്ള സകലതും തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും കുടുംബാംഗങ്ങൾ പോലെ സ്വീകരിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്കിടയാവണം. വിശക്കുന്ന അവസരത്തിൽ ഭക്ഷിപ്പാൻ കൊടുക്കണം, ദാഹിക്കുന്ന അവസരത്തിൽ കുടിപ്പാൻ കൊടുക്കണം. ഇതൊക്കെ മക്കൾക്ക് ആവശ്യമെന്ന് നമ്മൾ അറിയുന്നുണ്ട്, നമ്മളത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപെടുവാൻ നമുക്കിടയാവണം എന്നത് സൂചിപ്പിക്കുകയത്രേ. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, രണ്ടാമത്തെ വരവിനായിട്ട് ഞങ്ങൾ നോക്കി പാർക്കുന്നു. കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ, അവൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ അവൻ നമ്മെ ന്യായം വിധിക്കും. ജീവനോടിരിക്കുന്നവരെയും മരിച്ചവരെയും എല്ലാം ന്യായം വിധിക്കുവാൻ വരുന്നതിനായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഇപ്പോഴും പറഞ്ഞത്. അതിൻ്റെ കർത്താവെ വീണ്ടും വന്ന് ന്യായം വിധിക്കുന്നതായുള്ള അവസരത്തിൽ ചോദിക്കുന്നതായുള്ള ചോദ്യം, അല്ല അന്വേഷിക്കുന്നതായുള്ള കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ടോ? തെറ്റിപ്പോകാതിരിപ്പാനൊക്കെ ഓണം ശ്രമിച്ചിട്ടുണ്ടോ? ദൈവഹിതപ്രകാരം വിശ്വസ്തരായിട്ട് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സമസൃഷ്ടങ്ങളായി ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ആളുകളുടെ ജീവിതത്തെ ദർശിപ്പാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് സ്വത്വബോധമുണ്ടോ എന്നുള്ളതല്ല, നമുക്ക് ഒരു പബ്ലിസിറ്റി ഉണ്ടോ എന്നുള്ളതല്ല, മറ്റുള്ളവരെല്ലാം നമ്മളെ ആദരിക്കുന്നതായിട്ടുള്ള ഒരു പ്രകടന പത്രിക നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞതായുള്ള ഈ കാര്യങ്ങളാണ് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ അന്വേഷിക്കുന്നത്. ഞാൻ അടുത്ത സമയത്ത് നമ്മുടെ കേരള ഹൈക്കോർട്ടിലെ ഒരു സീനിയർ ജസ്റ്റിസായിരിക്കുന്ന ഓണറബിൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ കേൾക്കുന്നതിനായിട്ടിടയായിട്ടെത്തുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കോർട്ടിൽ ചെല്ലുന്ന അവസരത്തിൽ അനേകരെ വിധിക്കുന്നതായുള്ള ഒരാളാണ്. എന്നാൽ ഞാൻ മനുഷ്യരെ അല്ല വിധിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്നുകൂടെ കാത് കൂർപ്പിച്ചു, എന്താണ് പറയാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, മനുഷ്യരെ വിധിക്കുന്നത് ദൈവത്തിൻ്റേതായുള്ള പ്രവർത്തനമാണ്. മനുഷ്യൻ എന്ത് ചെയ്തു എന്നുള്ള അവൻ്റെ പ്രവൃത്തിയാണ് ഞാൻ വിധിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു, ആർക്കു വേണ്ടി ചെയ്യുന്നു, ഇതൊക്കെയാണ് നോക്കുന്നത്.
നാം എല്ലാവരും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായുള്ള ആളുകളാണ്. അവൻ്റെ ജീവശ്വാസമാണ് നമ്മിലുള്ളത്. എന്നാൽ നാം തെറ്റിപ്പോകും. അലസരായിരുന്നാൽ, ബുദ്ധിയില്ലാത്തവരായിരുന്നാൽ, അവിശ്വസ്തത കാട്ടിയാൽ, ശരിയായ ദർശനമില്ലാത്തവരായി തീർന്നാൽ നാം തെറ്റിപ്പോകും. ഫിലോസഫർ ഇമ്മാനുവൽ കാന്റാണ് പറഞ്ഞത് എന്ന് തോന്നുന്നു. ഐ തിങ്ക് therefore I am. ഐ തിങ്ക് therefore I am. ഞാൻ ചിന്തിക്കുന്നതായുള്ള വ്യക്തിയാണ്. therefore I am. ചിന്തിക്കണം നമ്മളെല്ലാവരും. ഡ്രീംസ് സാധാരണ കുഞ്ഞുങ്ങളോട് പറയുന്നതായുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയി എന്നാണ് നാം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അവരെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അവരെ പഠിക്കുന്നില്ല, അവർ അലസരായിട്ട് നടക്കുന്നു, കളിയാണ് കൂടുതൽ താല്പര്യം. ഇങ്ങനെ എത്രയോ കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നത്. ഞാൻ അടുത്ത സമയത്ത് ഒരു നല്ല ചിത്രീകരണം കാണുകയുണ്ടായി. അതിനകത്ത് വീട്ടിലെ 2 മക്കൾ. മകള് നല്ല മിടുക്കിയാണ് പഠിക്കാൻ. എന്നാൽ മകന് അല്പമൊക്കെ കുസൃതിയുള്ളതായിട്ടുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തതായുള്ള രീതിയിലുള്ള പ്രകടനങ്ങളാണ് അവനുള്ളത്. മകളെ ചിത്രം ആർട്ട് പഠിപ്പിക്കുന്നതിനായിട്ട് ആർട്ട് ടീച്ചറിൻ്റെ അടുത്ത് അയച്ചു. അപ്പോൾ പിന്നെ മകനെ എന്നാ ചെയ്യും? അവൻ വീട്ടിലിരുന്ന കുസൃതിയെ കാണിക്കുള്ളൂ. എന്നാൽ അവനും കൂടെ പോട്ടെ, അവനെയും കൂടെ അയച്ചു. അവിടെ ചെന്ന അവസരത്തിൽ ആർട്ട് ടീച്ചറെ ഒരു ആനയുടെ പടം എടുത്ത് കൊടുത്തു, നീ പെയിൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അവന് മൾട്ടി കളർ ഉള്ള പെയിൻ്റാണ് ആനയ്ക്ക് അടിച്ചത്. അപ്പം ടീച്ചർ കണ്ടിട്ട് ചോദിച്ചു, നിനക്ക് ആനയുടെ നിറമൊന്നും അറിയത്തില്ലേ? ആന കറുത്തതല്ലേ? അവൻ പറഞ്ഞു, ടീച്ചറെ എൻ്റെ ആന ഹോളി കളിക്കാൻ പോയിട്ട് വന്നതാണ്. നമുക്ക് ഈ വിഭിന്നങ്ങളായ ചിന്താഗതികളെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. നമ്മളുടെ ഒരു ചിന്താധാരയുണ്ട്. ആ ചിന്താധാരയിലായിരിക്കണം എല്ലാവരും ചിന്തിക്കേണ്ടത് എന്നാണ് നമ്മളുടെ വിചാരം. ദൈവം അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വിഭിന്നങ്ങളായിട്ടുള്ള താല്പര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, ടേസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്, പെർസ്പെക്റ്റീവാണ് കൊടുത്തിരിക്കുന്നത്, ആറ്റിറ്റ്യൂഡ്സാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളിനെ വ്യത്യസ്തനായിട്ടുള്ള, വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരാളെ സ്വീകരിക്കാനായിട്ട് കഴിയുന്നത്? കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിമാന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ച് ഇവിടെ പറയുന്നത്, അവരെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കണ്ടു. വിശക്കുന്നതിനെ വിശപ്പുള്ളവനായിട്ട് കണ്ടു, ദാഹിക്കുന്നതിനെ ദാഹിക്കുന്നതിനായിട്ട് കണ്ടു, ഉടുപ്പില്ലാത്തതിനെ വസ്ത്രമില്ലാത്തതിനായിട്ട് കണ്ടു. നമ്മുടെ കാലം ചെയ്ത അഭിമന്യ ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് തിരുമേനി അടൂർ ഭദ്രാസന അധ്യക്ഷനായിരിക്കുന്ന അവസരത്തിൽ പിടവൂരിലെ കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. ഈ കൺവെൻഷന് പ്രസംഗം മാത്രമല്ലല്ലോ, പാട്ടുണ്ട്, സ്തോത്ര കാഴ്ചയുണ്ട്. അപ്പോൾ ഈ സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്ന അവസരത്തിൽ മുടന്തനായിട്ടുള്ളൊരു മനുഷ്യനെ മുമ്പോട്ട് വന്ന് സ്തോത്ര കാഴ്ച ഇടുന്നത് കണ്ടു. നമ്മളാണ് എന്നാ ചെയ്യും? തിരുമേനിയെ അത് ചിന്തിപ്പിച്ചു. അവൻ്റെ ആവശ്യങ്ങളെ തൻ്റെ ഉൾക്കാഴ്ചയോടുകൂടി കാണുവാനായിട്ടിടയായിട്ട് തീർന്നു. തൽഫലമായിട്ട് പിടവൂരിലെ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം, റീഹാബിലിറ്റേഷൻ സെൻ്റർ ആരംഭിക്കുന്നതിനിടയായിട്ട് തീർന്നു.
എ സിമ്പിൾ വിഷൻ ആസ് ഫർ എസ് വി ആർ ഓൾ കൺസേൺ. നമ്മളെല്ലാം ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ കണ്ടാലും കണ്ടിട്ട് മറികടന്നു പോകുന്നതായിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ തിരുമേനി അത് കണ്ടതായിട്ടുള്ള അവസരത്തിൽ ഈ തോട്ട് അബൌട്ട് ഇറ്റ്. ഈ ഒരു ഉൾക്കാഴ്ച ഉള്ളവരായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കുമോ? നൈസർഗികമായിട്ട് ഈ ഒരു ഉൾക്കാഴ്ച ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അത് വളർത്തിക്കൊണ്ട് വരുന്നു എന്നതാണ് പ്രശ്നം. ഒരാളുടെ ചിരിയുടെ പിന്നിൽ ആ ആളിൻ്റെ ഹൃദയത്തിൻ്റെ വേദന കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒരാളുടെ കരച്ചിലിൻ്റെ മധ്യത്തിൽ ആ ആളെ അഭിമുഖീകരിക്കുന്നതായുള്ള പ്രശ്നങ്ങളെ ദർശിപ്പാനായിട്ട് കഴിയും. അവിടെ ഉൾക്കാഴ്ചയുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ള മാതാക്കൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. അവർ ഈ ജനിക്കുന്ന അവസരത്തിൽ ആദ്യത്തെ കുറച്ച് നാൾ കരയുക മാത്രമേ ചെയ്യുള്ളൂ. അക്ഷരമൊന്നും അറിയാൻ മേല, ഭാഷയൊന്നും അറിയാൻ മേല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറയത്തുമില്ല. അന്നെല്ലാം കരച്ചിലേ ഉള്ളൂ. എന്നാൽ ഓരോ കരച്ചിലിലും അടങ്ങിയിരിക്കുന്ന സത്യം എന്തെന്ന് നോക്കിക്കാണാനായിട്ടുള്ള കഴിവാണ് നൈസർഗികമായിട്ട് ദൈവം മാതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ ഇറങ്ങി നടക്കാൻ പോകുന്നതായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നത്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള പ്രയാസങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായിട്ടുള്ള രംഗം എപ്പോഴാണ്? ഒരുമിച്ച് താമസിച്ചേ സാധിക്കുകയുള്ളൂ, ഉൾക്കൊണ്ടേ കഴിയുകയുള്ളൂ. എന്നാൽ നമ്മളുണ്ടാക്കുന്നതായുള്ള ഓരോ പ്രശ്നത്തിൻ്റെയും പിന്നിൽ എന്താണ് നമ്മെ ബോധർ ചെയ്യുന്നത്? എന്താണ് നമ്മെ അലട്ടുന്നത്? എന്താണ് ആ ആളിന് മറ്റുള്ളവരെ പോലെ നോർമലായിട്ട് ജീവിക്കാൻ കഴിയാതെ പോകുന്നത്? ദൈവം നൽകിയിരിക്കുന്ന നൈസർഗികമായുള്ള കഴിവുകളെ വളർത്തിക്കൊണ്ടുവരുന്ന അവസരത്തിലാണ് ഈ ഉൾക്കാഴ്ചയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനിടയാകുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്തതായുള്ള അവസരത്തിൽ ഉണർവുള്ളവനായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ദേവാലയത്തിൽ സിനഗോഗിൽ ആരാധിക്കുന്നതിനായിട്ട് വന്നുകൂടിയതായ ആളുകളുടെ അവരിയ്ക്കുന്നിടത്ത് വരണ്ട കൈകളുള്ളൊരു മനുഷ്യനെ കണ്ടു, കൂനിയായുള്ളൊരു സ്ത്രീയെ കണ്ടു. പതിനെട്ട് സംവത്സരമായി സാത്താൻ അവളെ ബന്ധിച്ചിരുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഒരു കൂനിയായ സ്ത്രീയെ കണ്ടു എന്ന് മാത്രമല്ല, അവളുടെ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന ബന്ധനം എന്ത് എന്ന് നോക്കിക്കാണാനായിട്ടിടയായിട്ട് തോന്നും. യേശു കാൽവറിയിലേക്ക് യാത്ര ചെയ്യുന്നതായുള്ള അവസരത്തിലാണ് എരിഹോവിൽ കൂടെ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ വഴിയരികിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഈ ആളുകളുടെ ആരവമൊക്കെ കേട്ടതായുള്ള അവസരത്തിൽ എന്താണ് എന്ന് അന്വേഷിച്ചു. അത് നസ്രാനായ യേശു പോവുകയാണ് എന്ന് പറഞ്ഞ അവസരത്തിൽ അവന് വലിയ ഉച്ചത്തിൽ പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ശിഷ്യന്മാർ അവനെ ശാസിച്ചില്ല, കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവനെ ശാസിച്ചു, മിണ്ടായി. അപ്പോൾ കർത്താവ് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് അവനോട് ചോദിക്കുന്നത്, നിനക്ക് ഞാൻ എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രഭുവിനെ എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവനെ കാഴ്ച നൽകി. അവൻ എന്നാ കണ്ടത്? അവൻ കണ്ടത് കാൽവറിയിലേക്ക് പോകുന്നതല്ല യേശുവിനെയാണ്. അവനും അനുഗമിച്ചു.
ഇതാണ് ഈ നയനങ്ങൾ കൊണ്ട് നാം കാണുന്ന ബാഹ്യമായുള്ള കാഴ്ചകൾക്കപ്പുറമായുള്ള ദർശനം എന്ന് പറയുന്നത്. ഈ ദർശനമുള്ളവരായിട്ട് തീരുന്നതിനായിട്ടാണ് ദൈവം തമ്പുരാൻ നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. അന്വേഷിക്കുന്നതായുള്ള കണ്ണുകളുണ്ടാവണം. വിശന്നവന് ആഹാരം കൊടുക്കുന്നു എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ അവനെ കാണാനായിട്ടിടയാവണം. അവൻ്റെ വിശപ്പിനെ മനസ്സിലാക്കാനിടയാകണം. എൻ്റെ ആഹാരത്തിൽ അവനോട് കൊടുക്കണം എന്നുള്ളതായുള്ള ചിന്ത എന്നിൽ ഉണരണം. അത് കൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടാവണം. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ളവരാണോ എന്നുള്ളത് മാത്രമല്ല. when we think, what are the words that we speak? And when we speak, what are the things that we do? ജീവിതത്തിൽ നമ്മളുടെ സ്വഭാവം എന്ത് എന്നത് ലോകം കാണുവാനായിട്ടിടയാവുന്നത്, ക്യാരക്ടർ എന്ത് എന്ന് മനസ്സിലാക്കാനായിട്ടിടയാവുന്നത്. ദാറ്റ് ഈസ് വേർ your being is found. ആളുകളൊക്കെ മരിക്കുമ്പോൾ നമ്മൾ പറയുന്ന വലിയ മനോഹരമായിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ട്. ജീവിക്കുമ്പോൾ അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നു. യു ആർ ഗുഡ് ആൻഡ് മേഴ്സിഫുൾ എന്നൊരാളെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. You are good and merciful. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവ് രാമചന്ദ്രൻ പറഞ്ഞു, ഈ കാലെ തൊട്ട് തൊഴുന്നതായുള്ള ആളുകളുണ്ട്. എന്നിട്ട് അവർ നമസ്തേ എന്ന് പറയും. എന്നാ അതിൻ്റെ അർത്ഥം? എന്നിലുള്ള ദൈവത്തിൻ്റെ അംശം നിന്നിലുള്ള ദൈവത്തിൻ്റെ അംശത്തെ കണ്ടെത്തിയിരിക്കും. നമസ്തേ, നീ ഞാൻ നിന്നെ നമസ്കരിക്കുവാൻ്റെ കോണം ദൈവികനാണ്. വലിയ പ്രയാസമാണ് ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ നന്മയെ കാണാനായിട്ട്. നമുക്ക് നന്മ ചെയ്തൊക്കെ ജീവിക്കുന്നതിനായിട്ട് സാധിക്കും. പക്ഷെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ നന്മയെ കാണാനായിട്ടിടയാവുന്നത്? നന്മയെ കാണുന്ന ദർശനം ഉണ്ടാവണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത സമയത്ത് റോമൻ കാത്തലിക് ചർച്ചിൽ കുറച്ച് ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ അത് വായിച്ചിട്ടുണ്ട്. സിറോ മലബാർ സഭയിൽ പുതുതായിട്ട് തിരഞ്ഞെടുത്തതായിട്ടുള്ള ബിഷപ്പുമാർ. അതിൽ കൂടിയ ആൾക്കാരും കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ്. എന്താ അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാവുന്നുണ്ടോ? അവർ കഠിനാധ്വാനികളാണ്. 2, അവരുടെ അധ്വാന ഫലമായിട്ട് അവർക്ക് ലഭിക്കുന്നതല്ല ഹാർവസ്റ്റ് മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ ആഗ്രഹിക്കുന്നതായിട്ട് ആളുകൾ. ഈ മലയോര പ്രദേശങ്ങളിലേക്കൊക്കെ കുടിയേറി പാർക്കുന്നതായുള്ള ആളുകൾ, അവർക്ക് ഡേ ആൻഡ് നൈറ്റ് ഉണ്ട്. പകലാണ് അധ്വാനിക്കുന്നത്, രാത്രി വിശ്രമമാണ്. അപ്പോൾ ഭവനത്തുള്ള ആളുകളെല്ലാം കൂടെ വിളിച്ചിരുത്തിയാണ് അവർ വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ദേ ഡൈൻ ടുഗെദർ. അന്യോന്യം അറിയുവാൻ, അന്യോന്യം സംസാരിക്കുവാൻ, അന്യോന്യം ആശയവിനിമയം ചെയ്യാൻ എല്ലാം ഇടയായിത്തീരുന്നതായ വേളയാണ്. ഇന്ന് നമ്മളുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒന്നാണത്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, തിരുവല്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ തെരുവുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള ആളുകൾ.
വീട്ടിലൊന്നും ഉണ്ടാക്കുകയില്ല, ചായ പോലും കിട്ടുകയില്ല, എല്ലാം കടയിൽ നിന്നാണ്. തട്ടുകട വലിയ ഇഷ്ടമാണ്. വേണ്ടതെല്ലാം മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടും, പിന്നെന്തിനാണ് വീട്ടിൽ ചെയ്യുന്നത്? എന്താ, എത്ര വലിയ വീടുണ്ടെങ്കിലും എല്ലാവരും കഴിക്കുന്നത് വഴിയിലാണ്. നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിപ്പാനായിട്ട് കഴിയുമോ എപ്പോഴെങ്കിലും? ഇവിടെയാണ് എങ്ങനെയാണ് ദാഹിക്കുന്ന ഒരുത്തിനെ കാണുന്നത്, വിശക്കുന്ന ഒരുത്തിനെ കാണുന്നത്, നഗ്നനായിട്ടുള്ളതിനെ കാണുന്നതൊക്കെ. ലെറ്റ് സ്റ്റോപ്പ് ആൻഡ് തിങ്ക്. സമയം ഉണ്ടാവണം. ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യം മുമ്പേ പറയുകയുണ്ടായി. എന്താ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇത്രയും നമുക്ക് പറയാൻ ഉണ്ടാകുന്ന വിഷമമെന്നറിയാമോ? ബിക്കോസ് വി ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ദം. ആൻഡ് ദ ടൈം ദാറ്റ് ഈസ് സ്പെൻഡ് വിത്ത് ദ ചിൽഡ്രൻ ഈസ് നോട്ട് ആഡിക്വേറ്റ്. നമ്മളുടെ മാതാപിതാക്കൾ അങ്ങനെ ആയിരുന്നില്ല. They used to spend more time. അവർ പ്രാർത്ഥിക്കുമായിരുന്നു, അവർ ഭക്ഷണം കഴിക്കുമായിരുന്നു, ഒരുമിച്ച് കുക്ക് ചെയ്യുമായിരുന്നു, പങ്കിടുമായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ചിന്തകളെ ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും തുടർന്ന് ചിന്തിക്കുക. ജാഗ്രത, വിശ്വസ്തത, ദർശനം. ദൈവസ്നേഹത്തിലും കരുണയിലും ജീവിപ്പാൻ നമുക്കിടയാവണം. ഇപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ വീണ്ടും വരുന്ന കർത്താവാകിയാൽ സ്തോത്രം. നിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ഞങ്ങളും നിൻ്റെ സന്നിധിയിൽ കാണുവാൻ, നിൻ്റെ വലത്തെ ഞങ്ങളെ ചേർക്കുന്നതായുള്ള അനുഭവത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ ആവശ്യമായ ജാഗ്രത പുലർത്തുവാൻ, ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി വിശ്വസ്തയോടുകൂടി വിശ്വാസ ജീവിതം നയിക്കുവാൻ, ദൈവം നൽകിയിരിക്കുന്നതായ ദർശനത്തിനനുസൃതമായി സമസൃഷ്ടങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ബോധത്തിൻ്റെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവി ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.